Hi, hello, welcome back to my YouTube channel Orbiting Dreams. നിങ്ങളിൽ പലർക്കും മാത്സ് എന്നത് ഒരു കടുപ്പമേറിയ സബ്ജക്റ്റ് ആണെന്നറിയാം. പക്ഷേ ഒരു കാര്യം പറയട്ടെ, മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഇതിലും നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന വേറൊരു സബ്ജക്റ്റ് ഉണ്ടാവില്ല. ഇനി ഞാൻ ഓണം എക്സാം സ്ട്രാറ്റജി പറയാം. ഇനി ഓണം എക്സാമിന് 40 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ നിങ്ങളുടെ മുന്നിൽ വെറും 4 ചാപ്റ്റേഴ്സാണ് മാത്തമാറ്റിക്സിൽ പഠിച്ചു തീർക്കാനുള്ളത്. ഇനി നമുക്ക് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യാം. നമ്മൾ ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങളും നമ്മുടെ പബ്ലിക് എക്സാമിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. നമ്മളെ സിലബസിലെ ആദ്യത്തെ ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികളാണ്. ആദ്യത്തെ ചാപ്റ്റർ ആയാലും മൂന്നാമത്തെ ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര അല്ലെങ്കിൽ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന ചാപ്റ്റർ ആയാലും ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരൊറ്റ ചാപ്റ്ററായി കണക്കാക്കാം. നിങ്ങൾ ഈ 2 ചാപ്റ്ററുകളിലും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇക്വേഷൻസ് ആൻഡ് റിലേഷൻസ് മനസ്സിലാക്കി ചെയ്യാനും അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുമാണ്. ഓരോ പ്രോബ്ലത്തിനെയും സ്ട്രാറ്റജിക്കലി അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അതിന് ഒരേയൊരു വഴിയേയുള്ളൂ, പ്രാക്ടീസ് ചെയ്യുക. SSCRT ടെക്സ്റ്റ് ബുക്ക് എക്സർസൈസ് പ്ലസ് PUIQs പ്രാക്ടീസ് ചെയ്ത് എന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. അടുത്തതായിട്ടുള്ളത് 2ാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങളും കോണുകളും. ഈ ചാപ്റ്റർ എന്നത് നിങ്ങളുടെ കോൺസെപ്റ്റ് ലോജിക്കലായി ചിന്തിക്കാനുള്ള എബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് ഇനി വരാൻ പോകുന്ന ജിയോമെട്രിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സിന് അത്യാവശ്യമാണ്. നിങ്ങൾ ഈ ചാപ്റ്ററിനെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഫെമിലിയാരിറ്റി കൊണ്ടുവരണം. ഇനി നമ്മുടെ സിലബസിലെ 4ാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിനെ കുറിച്ച് പറയാം. 10ാം ക്ലാസ്സിന് ശേഷവും ഉപരിപഠനങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അടിത്തറ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഈ ചാപ്റ്ററിൽ ഇക്വേഷൻസ് കുറവാണ്, പക്ഷേ കോൺസെപ്ച്വലി ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. സോ യെസ്, പ്രാക്ടീസ് ഇസ് ദ കീ. സോ ഈ 4 ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് പഠിക്കാനുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിൽ A+ കിട്ടാൻ നിങ്ങൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിർബന്ധമായും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സബ്ജക്റ്റിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.